ഒരു ജോയിൻ ചെയ്യാത്ത أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد صلى الله عليه وسلم خاتم النبيين ورسول رب العالمين سيد الأولين والآخرين سيد الأولين والآخرين المبعوث بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وعلى آله وصحبه أجمعين ما بعد اللهم رب يسر لا تعسر رب زدنا علما وحلما وفهما وعقلا وأدبا وحفظا وإيمانا كاملا ربنا تمم بالخير والسعادة. എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? എല്ലാ ഭാഗങ്ങളും ഷാനിക്ക് വന്നില്ല. എപ്പം തിരക്കാണല്ലേ? ഇന്നലെ യാത്രയിലായിരുന്നു, അതുകൊണ്ടാ. ഇനിയിപ്പോ നാളെ രാവിലെ ഇൻഷാല്ലാ സൗദിയിലേക്ക് പോകും. റെഡിയായി അല്ല? താൽക്കാലികമായിട്ട് ഉംറ വിസയിലാ പോകുന്നത്. ഉംറ വിസയിൽ തന്നെയല്ലേ? ഉംറ വിസ മാറിയിട്ട് പെർമനന്റ് വിസ കിട്ടൂലേ? ജോബ് വിസ അങ്ങനെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കമ്പനി തരേണ്ടതല്ലേ? കമ്പനി തരേണ്ടതാണ്. എന്താ പിന്നെ പ്രതീക്ഷിക്കുന്ന പറയുന്നത്? എന്താ ഉറപ്പില്ല, കൺഫർമേഷൻ തന്നിട്ടില്ല അവര്. കമ്പനീന്റെ കാര്യം കൊറേ ആയി ഇങ്ങനെ മരുന്ന് കിട്ടുന്നു, അതുകൊണ്ടാണ്. കൊറേ ആയി ഇതേ കണ്ടീഷനിൽ ഇങ്ങനെ ഒറ്റി പോകുന്നത്, അതുകൊണ്ടാണെന്ന് അറിയാം. എന്താ കമ്പനിയാ? എന്താ പ്രോപ്പർ ആയിട്ടുള്ള കമ്പനി അല്ലേ? കമ്പനിയൊക്കെ നല്ല സെറ്റപ്പാ. പക്ഷെങ്കിൽ അവർക്ക് സൗദിയില് വിദേശികൾ അധികം എടുത്തു കഴിഞ്ഞാല് അവരെ പിന്നെ കാറ്റഗറി റെഡിലേക്ക് പോകുന്നതിലുള്ള പേടി. എന്താ അത്? അവിടുത്തെ ഡൊമസ്റ്റിക് ഉണ്ടല്ലോ, അവിടുത്തെ ലോക്കൽസിനെയാണ് കൂടുതൽ എടുക്കേണ്ടത്. വിദേശികൾ എടുക്കുന്നത് അവർക്ക് പ്രശ്നമാണ്. അങ്ങനെയാ കുറെ താമസിച്ചു പോയെ. പ്രശ്നം മാറിക്കില്ലേ? വേറെ ലൈസൻസ് വരുന്നുണ്ട് എന്നുള്ള ആൾക്കാണ് പിന്നെ ഒരു പ്രതീക്ഷ. അപ്പൊ അതിന്റെ കഥ അറിയില്ല, ആടെ എത്തിയിട്ടേ അറിയാൻ പറ്റും. റെഡ് കാറ്റഗറിയിൽ പോയി കഴിഞ്ഞാൽ ആനുകൂല്യങ്ങളൊന്നും കിട്ടൂലെന്ന്, അല്ലെങ്കിൽ പൂട്ടേണ്ടി വരുന്ന? റെഡ് കാറ്റഗറി പോയാല് ബിസിനസ് ബ്ലോക്ക് ആവും. കാരണം അധികം ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സാണ്. അപ്പൊ പെട്ടെന്ന് എല്ലാം ബ്ലോക്ക് ആക്കി കളയും അവര്. പിന്നെ എല്ലാം വീണ്ടും ഗ്രീനിലേക്ക് വന്നാലേ വീണ്ടും ഇതാവുള്ളൂ. പൂട്ടേണ്ടെന്നില്ല, പക്ഷെ മറ്റേ കംപ്ലീറ്റ് ബിസിനസ് ബ്ലോക്ക് ആവും. മറ്റേ ചെയ്ത വർക്കിന്റെ പൈസ പോലും കിട്ടൂല, എല്ലാം ബ്ലോക്കായി നിൽക്കും. ആവട്ടെ ഇൻഷാ അല്ലാഹ്. നല്ലോണം ദ്വാരക്ക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞത് വെള്ളം ഉപയോഗശൂന്യമാവുക, അത് പല കോലത്തിലാവാം എന്ന് പറഞ്ഞിരുന്നു. വെള്ളം ഉപയോഗശൂന്യമാകുന്നത് പല കോലത്തിലാവാം എന്നാ പറഞ്ഞത്. തഹൂറായ വെള്ളം. അപ്പോൾ തഹൂറായ വെള്ളം എന്ന് പറഞ്ഞ സമയത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത ഉപാധികളോട് കൂടിയുള്ള മറ്റു വെള്ളങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റൂല. അതിനെക്കുറിച്ചൊന്നും മാഉൻ തഹൂർ അല്ലെങ്കിൽ മാഉൻ മുത്തലഖ് എന്ന് പറയാൻ പറ്റൂല. മാഉൻ തഹൂർ എന്നുള്ളത് ഖുർആനിൽ വന്ന വചനമാണ്. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തഹൂറാ. സ്വമേധയാ ശുദ്ധിയുള്ളതും മറ്റുള്ളതിനെ ശുദ്ധീകരിക്കാൻ ശേഷിയുള്ളതുമായ വെള്ളമാണ് തഹൂർ. പിന്നെ കലർന്ന വെള്ളം അല്ലേ? പലതുമായി കലർന്ന വെള്ളത്തെക്കുറിച്ചും പറഞ്ഞു. അത് പുതിയ കാലത്ത് ടാപ്പും ഷവറൊക്കെ ഉള്ള കാലത്ത് വലിയ പ്രസക്തമല്ലെങ്കിലും അടുത്ത കാലം വരെ പ്രസക്തമായിരുന്നു. ഇനിയും പ്രസക്തമായിക്കൂടാകുകയില്ല. നമ്മൾ ഇപ്പോൾ കേരളത്തൊക്കെ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ, നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഹൗളും പിന്നെ പാട്ടയും ബക്കറ്റൊക്കെ തന്നെ ഉള്ളത്.
ടാപ്പൊന്നും വരാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിസ്കരിക്കണമല്ലോ. അതെ. നമ്മൾ ചില ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പോയാലും അങ്ങനെ തന്നെ, തമിഴ്നാട് പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ. അവിടെയൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ജനാബത്തിൻ്റെ കുളിയൊക്കെ കുളിക്കുന്ന സമയത്ത് നമ്മൾ ബക്കറ്റിലും പാട്ടിലൊക്കെയാണ് കുളിക്കുന്നതെങ്കിൽ മുസ്താമലാവാണ്ട് ശ്രദ്ധിക്കണം. മുസ്താമലായി കഴിഞ്ഞാൽ പിന്നെ അശുദ്ധി ഉയരൂല. അശുദ്ധി ഉയർന്നിട്ടില്ലെങ്കിൽ നിസ്കാരമൊന്നും സഹീഹാവില്ല. അതിനുശേഷമുള്ള ഗുരുതരമായ ഘട്ടത്തിലേക്ക് അത് പോവാം. ഷവറുള്ള കാലത്ത് അത് വലിയ ബാധിക്കുന്നതല്ല. പിന്നെ മുത്തനജിസായ വെള്ളം, നജസ് കലർന്ന വെള്ളത്തെക്കുറിച്ചാണ് എന്ത് പറയുന്നത്? മുത്തനജിസ് എന്ന് പറയുന്നത്. മുസ്താമൽ എന്ന് പറഞ്ഞാൽ ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം. രണ്ടും പ്രശ്നമാണ്. മുത്തനജിസും പ്രശ്നമാണ്, മുസ്താമലും പ്രശ്നമാണ്. മുസ്താമലിൽ പിന്നെ ഹുക്കുമിയായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ഇഷ്യൂ ആണ്, ഫിസിക്കൽ ഇഷ്യൂ അല്ല അതിനിക്കുള്ളത്. ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ആ വെള്ളത്തിൻ്റെ നിറത്തിനിക്കോ മണത്തിനിക്കോ രുചിക്കോ യാതൊരു വ്യത്യാസം വന്നിട്ടുണ്ടാവില്ല. പിന്നെയോ ടെക്നിക്കലായിട്ട് അത് പ്രശ്നമാണ്. കാരണം അത് മറ്റൊരു ഫർദ് ഉയർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റൊരു ഫർദിന് വേണ്ടി, അല്ലെങ്കിൽ അശുദ്ധിയെ ഉയർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെട്ട വെള്ളം എന്ന നിലക്ക് ടെക്നിക്കലി ഇഷ്യൂ ഉണ്ട്. മുത്തനജിസായ വെള്ളം എന്ന് പറയുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതില് പിന്നെ കുറച്ച് കലർന്നാല്, ഇപ്പൊ അന്ന് കേട്ടത് എന്ന് പറഞ്ഞാല് അതിന്റെ നിറം ഒരു കളറാണ് ചേരുന്നതെങ്കിൽ അതിന്റെ നിറം പകർച്ച അത്ര പകർന്ന് അതിൽ കുറഞ്ഞിട്ട് പകർന്നാല് പ്രശ്നം ഇല്ല എന്ന് കേട്ടത്. അത് എല്ലാ കാര്യത്തിനും അത് ഉപയോഗിക്കാൻ പറ്റൂല. അങ്ങനെ പിന്നെ മുസ്താമലായ വെള്ളം അതുണ്ട്. അതിന്റെ ഖദർ അത് വലിയ കിതാബിൽ പറയുന്നുണ്ട്, തുഹ്ഫ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ താഹിർ മുഖാലിത്തായ ശുദ്ധിയുള്ള കൂടിക്കലരുന്നൊരു വസ്തു എത്ര ഒഴിച്ചാലാണ്, അല്ലെങ്കിൽ എത്ര ആയാലാണത് കൂടിക്കലരുന്നത്, എത്ര ആയാലാണത് കലർന്നിട്ട് പ്രശ്നം വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പോൾ കൂടിക്കലരുന്ന താഹിറായ വസ്തു എത്ര അളവിലാണ് വീണാൽ ആ വെള്ളത്തിനിക്ക് വെള്ളം എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ മാറി ഉപയോഗശൂന്യമാകുന്നത്, അത്രയും മുസ്താമലായ വെള്ളത്തിൻ്റെ അളവ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ വീണ് കഴിഞ്ഞാലാണ് അത് ഉപയോഗശൂന്യമാകുന്നത്. അപ്പോൾ ചെറിയൊരു അണുമണി, ചെറിയൊരു വറ്റ്, ചെറിയൊരു തുള്ളി വീണത് കൊണ്ടൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ സാധാരണയായിട്ട് ഒരു ബക്കറ്റ് വെള്ളത്തിലാണെങ്കിൽ ഒരു തുള്ളി ആണെങ്കിലും പ്രശ്നമാണ്. ഉജാല ഒരു തുള്ളി വീണാൽ തന്നെ ബക്കറ്റിലത്തെ വെള്ളത്തിൻ്റെ നിറം ഫുള്ളായിട്ട് മാറിപ്പോകുമല്ലോ. കുറച്ച് ഒരു വലിയ ഡ്രമ്മിലൊക്കെയുള്ള വെള്ളമാണെങ്കിൽ ഒരു തുള്ളി വലിയ വിഷയമല്ല. അപ്പോൾ ആ വെള്ളം പിന്നെ കലർന്നു പോയി പകർച്ചയായി എന്ന് പറയാൻ എത്രത്തോളം ശുദ്ധിയുള്ള കലരുന്ന വസ്തു വേണമോ അത്ര അളവിൽ മുസ്താമലായ വെള്ളത്തിൻ്റെ അംശം വീണ് കഴിഞ്ഞാലാണ് ഉപയോഗശൂന്യമാകുന്നത്. പിന്നെ നജസാണെങ്കിൽ പിന്നെ എന്താണ്, കണ്ടുമുട്ടിയാൽ തന്നെ നജസ് കൊണ്ടാൽ തന്നെ എന്താണ്, ആ വെള്ളം ഉപയോഗശൂന്യമാവും. ഒരു മൂത്രത്തിൻ്റെ തുള്ളി എന്താണെങ്കിലും നജസ് കൂടിക്കലർന്നാൽ തന്നെ. ഇതൊക്കെ ഏതാണ്? 2 കൊല്ലത്തിനേക്കാളും എന്ന് പറഞ്ഞാൽ 200 ലിറ്ററിനേക്കാളും കുറഞ്ഞ വെള്ളത്തിലുള്ള വിഷയങ്ങളാണ് പറഞ്ഞത്. 200 ലിറ്ററിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ മുത്തനജിസായ വെള്ളമാണെങ്കിലും മുസ്താമലായ വെള്ളമാണെങ്കിലും ഒന്നും പ്രശ്നമില്ല. അവിടെയൊക്കെ പിന്നെ പ്രശ്നമാണെങ്കിൽ എന്ത് വരണം? ആ വെള്ളത്തിൻ്റെ ഗുണങ്ങൾ മാറണം. വെള്ളത്തിൻ്റെ പിന്നെ ഫൗണ്ടേഷണൽ ഗുണമായ നിറം, മണം, രുചി ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നിറം മാറി, അല്ലെങ്കിൽ മണം മാറി, അല്ലെങ്കിൽ രുചി മാറി, അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് ആ വെള്ളം ഉപയോഗശൂന്യമായി തീരുന്നത്. കേൾക്കുന്നില്ല? അത് നമ്മൾ പിന്നെ മറ്റു കിതാബുകളിൽ ഇതിൻ്റെ വിശദീകരണം കൊടുക്കുന്നുണ്ട്. പിന്നെ നിറം മാത്രം ആണ് പകർച്ചയായതെങ്കിൽ പ്രശ്നമില്ല, മണം മാത്രമാണ് പകർച്ചയായെങ്കിലും പ്രശ്നമില്ല, രുചി മാത്രം പകർച്ചയായ പ്രശ്നമാണ്, അല്ലെങ്കിൽ മണവും നിറവും പകർച്ചയായാലും പ്രശ്നമാണ്. രുചിക്ക് എന്തുണ്ട്? 2ന്റെ സ്ഥാനത്ത് വെക്കാൻ പറ്റും. രുചി എന്ന ഒരു വിശേഷണത്തിന് മാത്രം, രുചി എന്ന ഒരു ഫീച്ചറിന് മാത്രം, ഒരു ക്വാളിറ്റിക്ക് മാത്രം 2ന്റെ സ്ഥാനത്ത് നിൽക്കാനുള്ള കഴിവുണ്ട്. ഒന്നിരിക്കൽ രുചി മാത്രം വ്യത്യാസപ്പെട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും 2 എണ്ണം വ്യത്യാസപ്പെട്ടു, എന്നാലാണ് വെള്ളത്തിന് പ്രശ്നം വരുന്നത്. ഇനി നിറം മാത്രമാണെങ്കിലും പ്രശ്നമില്ല, മണം മാത്രമാണെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, എന്തൊക്കെയാണ് പറഞ്ഞത്? തുഹലബ് എന്ന് പറഞ്ഞാൽ പാമ്പാഞ്ചി അല്ലെ, തീന്, മണ്ണ്. പിന്നെ കിബിരീത്ത് പറഞ്ഞാൽ ഗന്ധകം, സൾഫർ, അതും പറഞ്ഞിരുന്നു അല്ലേ?
ഒരു തരം വാസനിക്കുന്ന കല്ലാണ് എന്ത് കിബിരീത്ത്, ഗന്ധകം എന്ന് പറയാൻ പറ്റുന്ന. പണ്ടൊക്കെ ഇങ്ങനെ കുളങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതിൽ വാക്കുകളൊക്കെ എഴുതിയെടുത്താലാണ് നല്ലത്, ഒരു പേപ്പർ വെച്ചാൽ. പിന്നെ ഇതൊക്കെ ആവർത്തിച്ച് വരുന്ന വാക്കുകളാണ്. അത് 2-3 വട്ടം നമ്മൾ എഴുതി പഠിച്ചെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ പിന്നെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് കിട്ടും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഉണ്ടാവും, ആ മീനിങ്. മിൽഹ എന്ന് പറഞ്ഞാൽ ഉപ്പ്. റൗഫ്ഖാന് കിട്ടാത്ത അർത്ഥങ്ങൾ ഉണ്ടായില്ലേ? കിബിരീത്ത് നമ്മൾ പറഞ്ഞല്ലോ, സൾഫർ സ്റ്റോൺ എന്ന് പറയാം. ഗന്ധകം, വാസനിക്കുന്ന ഒരു കല്ലാണ് അത്. കല്ല് എന്ന് പറഞ്ഞാൽ പിന്നെ അത് നമ്മൾക്ക് മണ്ണിലുണ്ടാകുന്നതാണ് അല്ലേ? മണ്ണിലും കുളത്തിലും കിണറിലും ഉണ്ടാകും, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പം അതിനെ തൊട്ടൊക്കെ എന്തുണ്ട്? അതിനെ തൊട്ടൊക്കെ പിന്നെ നമുക്ക് ഇളവുണ്ട്. അത് അധികരിച്ച പകർച്ചയാണെങ്കിലും അധികരിച്ച രൂപത്തിൽ വെള്ളം കൂടി കലർന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. പാമ്പാഞ്ചി കൊണ്ട് കലർന്നാൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കഴിവിൽ പെട്ടതല്ല, അത് നമുക്കത് സൂക്ഷിക്കാൻ പറ്റുന്നതിൽ പെട്ടതല്ല. എല്ലാത്തിലും ഇളവുണ്ട്, കാരണം എന്തല്ല, ഒരാളെ പ്രവൃത്തി മൂലം ഉണ്ടാകുന്നതല്ലല്ലോ ഇതൊന്നും. ഇത് പ്രകൃതിപരമായിട്ട് ഉണ്ടാകുന്നതാണ്. പ്രകൃതിപരമായിട്ട് ഉണ്ടാകുന്നത് നമുക്കത് എന്തില്ല, അള്ളാഹു നമ്മളെ പിടി കൂടില്ല. നമ്മളെ ഭാഗത്തുനിന്ന് മനുഷ്യ എന്താണ് മാൻമെയ്ഡ് എന്ന് പറയുന്നില്ലേ, ആന്ത്രോപോളജിക്കലായിട്ട് ഉണ്ടാകുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്, ആ പ്രശ്നം വരുന്നത്. അല്ലാണ്ട് നാച്ചുറലി ഉണ്ടാകുന്ന സമയത്ത് അത് ആ വിഷയത്തിൽ നമുക്ക് ഇടപെടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമുക്കതിനോട് നിർദ്ദേശമില്ല. ആന്ത്രോപോജനിക് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഡിസാസ്റ്ററിനെ കുറിച്ചിട്ട്, എന്താണ് ഹ്യൂമൻ മെയ്ഡ് അല്ലെങ്കിൽ ആന്ത്രോപോജനിക് ഡിസാസ്റ്റർ ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റർ. പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യനിർമ്മിത ദുരന്തങ്ങളും. ഇപ്പോൾ ഡാമൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ തീപിടുത്തമുണ്ടായി, അല്ലെങ്കിൽ ഫാക്ടറിയിൽ ഗ്യാസ് ലീക്കായി കഴിഞ്ഞ്, നമ്മൾ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്നൊക്കെ കേൾക്കുന്നില്ലേ? അപ്പം അങ്ങനെയുള്ളതൊക്കെ എന്താണ്, അല്ലെങ്കിൽ ഒരു ഡാം പൊട്ടി, അതൊക്കെ എന്താണ്, അത് നാച്ചുറൽ അല്ല, അത് മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ്, മനുഷ്യനുണ്ടാക്കിയാണല്ലോ. ഒരു മണ്ണിടിച്ചിലുണ്ടായി, പ്രളയം വന്നു, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്നു, അതൊക്കെ എന്താണ്, അത് നമ്മളെ കൺട്രോളിലുള്ളതല്ല, അതൊക്കെ നാച്ചുറൽ ഡിസാസ്റ്ററാണ്. അത് ജോഗ്രഫിയിൽ പഠിക്കാനുണ്ടല്ലോ, രണ്ടായിട്ട്. പിന്നെ അൽ മാ ഉൽ മുസ്താമിൽ നമുക്ക് പഠിക്കാനുള്ളത് അൽ മാ ഉൽ മുസ്താമിൽ. എന്താണ് മാ ഉൽ മുസ്താമിൽ എന്ന് പറഞ്ഞാൽ? അതിൻ്റെ കുറച്ചൊരു വിശദീകരണം. നമ്മൾ ബക്കറ്റിലൊക്കെയാണ് ഒളു കൊടുക്കുന്നതെങ്കിൽ, കുളിക്കുന്നതെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു മസലയാണിത്. അപ്പം അൽ മാ ഉൽ മുസ്താമിൽ. അപ്പം നമ്മൾ സക്കാത്തിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് എന്ത് പഠിക്കുന്നുണ്ട്? ഒട്ടകത്തിൻ്റെയും ആടിൻ്റെയും സക്കാത്ത് പഠിക്കുന്നുണ്ട്. കിതാബിലെല്ലാവരും പഠിക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് കേരളക്കാർക്ക് എത്രത്തോളം പ്രസക്തമാണ്? ഒട്ടകത്തിൽ ആടിലും കേരളത്തിൽ ചരിത്രത്തിൽ ഒരാൾ സക്കാത്ത് കൊടുത്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. ആട്ടിൽ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും, ഒട്ടകത്തിൽ കേരളത്തിൽ ഒരാളും സക്കാത്ത് കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ അത് നമ്മൾ പഠിക്കുന്നുണ്ട് കിതാബിൽ. ഫിഖ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കേരളക്കാർക്ക് മാത്രം എഴുതിയല്ലോ, ഇത് പിന്നെന്താണ്, ഇത് ലോകം റസൂലുള്ളാഹിൻ്റെ ആ ഉമ്മത്തിനിക്ക് മുഴുവനായിട്ടും എല്ലാവർക്കുമായിട്ട് രൂപപ്പെടുത്തപ്പെട്ട നിയമമാണ്. അതാണ് ഒബ്ജക്റ്റീവ് മൊറാലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ സർവർക്കുമുള്ള നിയമമായതുകൊണ്ട് തന്നെ എല്ലാം പഠിപ്പിക്കും. അതിൽ ഒട്ടകത്തിൻ്റെ സക്കാത്തും ഉണ്ടാവും. സക്കാത്ത് കൊടുക്കാനുള്ളവർ കൊടുക്കുക, അല്ലാത്തവരെ നിയമം പഠിച്ചു വെക്കുക. അല്ലാണ്ട് കേരളത്തിൽ ഇപ്പോൾ ആരും ഒട്ടകത്തിൻ്റെ സക്കാത്ത് കൊടുത്തിട്ടുണ്ടാവില്ലല്ലോ. അതിൻ്റെ ഡീറ്റെയിൽ ആയ നിയമങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ ഇവിടെയും മാവുൽ മുസ്തഅമൽ. പിന്നെ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മളത് അറിയണമല്ലോ, അതിൻ്റെ മസല എന്താണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ഫിഖ് സ്പർശിക്കും. ഒരു വ്യക്തിയുടെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെയുള്ള, ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഓരോ നിമിഷങ്ങളിലും ഓരോ അടക്കത്തിലും അനക്കത്തിലും ഫിഖ് ഉണ്ട്, അവന് ഖബറിലേക്ക് അവൻ എടുത്തു വെക്കുന്നത് വരെ. പിന്നെ ഹുക്കുമുൽ ഇസ്തിഅമാലി, ഈ മുസ്തഅമലിൻ്റെ വിധി, വെള്ളം മുസ്തഅമലാവുക എന്നതിൻ്റെ വിധി, ലാ യസ്ബുതു, അത് നിലകൊള്ളുകയില്ല, ഇല്ലാ ബി അർബഅത്തി ശുറൂത്ത്, 4 നിബന്ധനകൾ മുഖേനയല്ലാതെ. അപ്പം 4 നിബന്ധനകൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് വെള്ളം മുസ്തഅമലായി എന്ന് പറയാൻ പറ്റുന്നത്. വെള്ളം മുസ്തഅമലായി എന്ന്
പറയാൻ പറ്റുന്നത്. അപ്പോൾ 4 നിബന്ധനകളുണ്ട്. 4 നിബന്ധനകളാകുമ്പോഴാണ് വെള്ളം മുസ്താമലാകുന്നത്. അൽ അവ്വലു, ഒന്നാമത്തെ നിബന്ധന. അൽ അവ്വൽ എന്ന് പറഞ്ഞാൽ അഷർത്തുൽ അവ്വലു, ഒന്നാമത്തെ നിബന്ധന. അർബഅത്ത് ഷുറൂത്ത് എന്ന് പറഞ്ഞില്ലേ, ഷർത്തിന്റെ ബഹുവചനാണ് ഷുറൂത്ത്. അൽ അവ്വലു കാണുന്നില്ലേ? കർസറാണെന്നുണ്ടോ? അൽ അവ്വൽ, ഒന്നാമത്തെ നിബന്ധന, കൗനുൽ മായി ദൂനൽ ഖുല്ലത്തൈൻ. കൗനുൽ മായി, വെള്ളം ആയിത്തീരലാണ്. ദൂനൽ ഖുല്ലത്തൈൻ, 2 ഖുല്ലത്തിനേക്കാളും കുറവായിത്തീരലാണ്. വെള്ളം 2 ഖുല്ലത്തിനേക്കാളും കുറഞ്ഞതായിത്തീരലാണ്. നമ്മൾ 2 ഖുല്ലത്ത് നമ്മൾ ഇന്നത്തെ ലിറ്ററിലേക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 200 ലിറ്റർ, 198 മുതൽ 200 ലിറ്റർ വരെയുള്ള കണക്കിനെ കുറിച്ചാണ് എന്ത് പറയുന്നത്, 2 ഖുല്ലത്ത് എന്ന് പറയുന്നത്. നമ്മളൊരു ടാങ്കൊക്കെ, നമ്മൾ സാധാരണ ഒരു ടാങ്കോ ഒരു ഹൗലൊക്കെ എടുക്കാം, അതിലൊക്കെ 2 ഖുല്ലത്ത് ഉണ്ടാവും. അപ്പോൾ 2 ഖുല്ലത്തിനേക്കാൾ കുറഞ്ഞ വെള്ളത്തിനേക്കാണ് ഈ മുസ്താമലാവുക എന്ന സംഭവം തന്നെ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച, നമ്മൾ ഹൗൽ എന്നൊക്കെ ഓതു കൊടുക്കുന്ന സമയത്ത് നമ്മൾ നേരെ കയ്യിലെടുത്തിട്ട് അങ്ങനെ തന്നെ ഒഴിച്ചിട്ട് ഹൗലിലേക്ക് ഇടുന്നതല്ലേ. നമ്മളെ മുഖത്തിൻ്റെ അശുദ്ധി നീക്കിക്കഴിഞ്ഞ വെള്ളം നേരെ വീഴുന്ന അവിടെ തന്നെയാണ്, അതേ ഹൗലിൽ തന്നെയാണ് വീഴുന്നുള്ളത്. പക്ഷെ അതെന്തല്ല, മുസ്താമലാകുന്നില്ല. കാരണം അവിടെ എന്തുണ്ട് ആ ടാങ്കിൽ, അല്ലെങ്കിൽ ആ ഹൗലിൽ എത്രയുണ്ട്? 2 ഖുല്ലത്തിനേക്കാളും പറഞ്ഞോളി കൂടുതൽ വെള്ളമുണ്ട്. 2 ഖുല്ലത്തിനേക്കാളും കൂടുതൽ വെള്ളമുണ്ട്. ഇനിയോ ഫലോ ജുമിഅൽ മുസ്താമലു, ഇനി മുസ്താമലായ വെള്ളം ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, മുസ്താമലായ വെള്ളം ഒരുമിച്ച് കൂട്ടപ്പെട്ടു, ഫബലഗ ഖുല്ലതൈൻ, എനിക്കത് 2 ഖുല്ലത്ത് എത്തിച്ചേരുകയും ചെയ്താൽ, മുസ്താമലായ വെള്ളം ഒരുമിച്ച് കൂട്ടപ്പെടുകയും ഫബലഗ ഖുല്ലതൈൻ, അത് 2 ഖുല്ലത്ത് എത്തിച്ചേരുകയും ചെയ്താൽ ഫതഹൂറുൻ, ആ വെള്ളം ശുദ്ധിയുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു ബക്കറ്റിൽ ഇങ്ങനെ മുസ്താമലായ, നമ്മൾ സുബഹിക്ക് ഒരു ബക്കറ്റിൽ ഒളു ചെയ്തു, ആ ബക്കറ്റ് മുസ്താമല വെള്ളമാണ്. ളുഹറിന് ഒരു ബക്കറ്റിൽ ഒളു ചെയ്തു, ആ ബക്കറ്റിലുള്ളത് മുസ്താമല വെള്ളമാണ്. അസറിന് മറ്റൊരു ബക്കറ്റിൽ ഒളു ചെയ്തു, അതിലുള്ളത് മുസ്താമല വെള്ളം തന്നെയാണ്. അങ്ങനെ നമ്മൾ 5 ബക്കറ്റ് എന്ത് ചെയ്തു, ഓരോ ബക്കറ്റിൽ ഒളു ചെയ്തു, ഓരോ ബക്കറ്റിലുള്ളത് മുസ്താമലായ വെള്ളമാണ്. അത് മുഴുവനായിട്ട് ഒരു ടാങ്കിൽ ഒരുമിച്ച് കൂട്ടിയാൽ എന്ത് ചെയ്യും, 2 ഖുല്ലത്തിനേക്കാൾ കൂടുതലുണ്ടാവും. ഒരു ബക്കറ്റിൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ബക്കറ്റിൽ 50 ലിറ്ററാണ് ഉള്ളത്, 50 ലിറ്ററുള്ള 5 ബക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഒളു ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ സെപ്പറേറ്റ് നോക്കുന്ന സമയത്ത് എന്താണ്, ഓരോ ബക്കറ്റും 2 ഖുല്ലത്തിനേക്കാളും കുറവാണ്, മുസ്താമലാവുന്ന അവസ്ഥയിലാണ് ഉള്ളത്. നമ്മൾ ആ മുസ്താമലായ വെള്ളം മുഴുവൻ എന്ത് ചെയ്തു, ഒരു ടാങ്കിൽ ഒരുമിച്ച് കൂട്ടി. ഇപ്പോൾ ആ ടാങ്കിൽ എത്ര വെള്ളമുണ്ട്? 250 ലിറ്റർ ഉണ്ട് എന്ന് പറഞ്ഞാൽ 2 ഖുല്ലത്തിനേക്കാളും കൂടുതലുണ്ട്. അപ്പോൾ പിന്നെ ആ വെള്ളം, ആ ഒരുമിച്ച് കൂട്ടലോട് കൂടി ആ വെള്ളം മുസ്താമലാവുക എന്ന അവസ്ഥയിൽ നിന്ന് മാറി, ഇപ്പോൾ ശുദ്ധിയുള്ള വെള്ളമാണ്, ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? അതേപോലെ കമാ ഒരു മസാല പോലെ ലൗ ജുമിഅൽ മുതനജ്ജിസു, മുതനജ്ജിസായ വെള്ളത്തെ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, ഫബലഗ ഖുല്ലതൈനി, അത് 2 ഖുല്ലത്ത് എത്തിച്ചേരുകയും ചെയ്താൽ, ബിലാ തഗയ്യുരിൻ, പകർച്ചയില്ലാതെ, കലർപ്പില്ലാതെ. അതേപോലെയാണ് മുത്തനജ്ജിസായ വെള്ളത്തിൻ്റെ ഹുക്കും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മളെന്ത് ചെയ്തു, 5 ബക്കറ്റ് വെള്ളമുണ്ട്, ഓരോ ബക്കറ്റ് വെള്ളത്തിലും മൂത്രത്തിൻ്റെ ഓരോ തുള്ളി ഉറ്റിയിട്ടുണ്ട്. ആ ഉറ്റലോട് കൂടി ആ ബക്കറ്റ് വെള്ളം ഉപയോഗശൂന്യമായി, മുത്തനജ്ജിസായി. മനസ്സിലായില്ലേ? ഉപയോഗശൂന്യമായി, നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. പക്ഷേ ആ 5 ബക്കറ്റ് വെള്ളത്തെയും ഒരു ടാങ്കിലിട്ട് കഴിഞ്ഞാൽ, ഒരു 5 ബക്കറ്റ് വെള്ളത്തെ എന്ത് ചെയ്തു, ഒരു ടാങ്കിലേക്ക് ഒഴിച്ചു. ആ ടാങ്കിലേക്ക് ഒഴിക്കലോട് കൂടി 250 ലിറ്റർ ആയില്ലേ, 2 ഖുല്ലത്തിനേക്കാൾ കൂടുതലായിട്ടുണ്ട്. നോക്കുന്ന സമയത്ത് അതിലേക്ക് യാതൊരു പകർച്ചയില്ല, ചെറിയ ഓരോ തുള്ളിയല്ല ഇറ്റിയത്. പക്ഷെ 2 ഖുല്ലത്തിനേക്കാൾ കുറഞ്ഞതുകൊണ്ട്, ഇറ്റൽ കൊണ്ട് തന്നെ, ആ നജസ് അതിലേക്ക് എത്തിച്ചേരൽ കൊണ്ട് തന്നെ ആ വെള്ളം ഉപയോഗശൂന്യമായി. 2 ഖുല്ലത്തിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ നജസ് കൊണ്ടതുകൊണ്ട് മാത്രം എന്താവില്ല, ഉപയോഗശൂന്യമാവില്ല. പിന്നെയോ അതിന് വെള്ളത്തിൻ്റെ സ്വഭാവത്തിന്, ഗുണത്തിന് വ്യത്യാസം വരണം. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് 250 ലിറ്റർ ആയിക്കഴിഞ്ഞല്ലോ.
എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്തില്ല, വെള്ളത്തിൻ്റെ ഗുണത്തിനിക്ക് വ്യത്യാസം വന്നിട്ടില്ല, നിറമോ മണമോ രുചിയോ അങ്ങനെ ഒന്നും വ്യത്യാസം വന്നിട്ടില്ലെങ്കിൽ എന്താണ്, തഹൂറായ വെള്ളമാണ്. മനസ്സിലായ മനസ്സിലായ? അപ്പോൾ 2 കൊല്ലത്തെത്തിക്കഴിഞ്ഞാൽ മുസ്താമലായ വെള്ളമാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി തഹൂറാണ്. മുത്തനജിസായ വെള്ളമാണെങ്കിൽ പകർച്ചയൊന്നും ഇല്ലെങ്കിൽ എന്താണ്, തഹൂറാണ്. അപ്പോൾ മുസ്താമലാവാനുള്ള ഒന്നാമത്തെ നിബന്ധന എന്താ, 2 കൊല്ലത്തിനേക്കാളും കുറഞ്ഞതായിരിക്കുക വെള്ളം. അസാനി എന്ന് പറഞ്ഞാൽ അഷർത്തുസാനി, രണ്ടാമത്തെ നിബന്ധന ഇസ്തിഅമാലുഹു, ആ വെള്ളത്തെ ഉപയോഗിക്കലാണ്, ഫീ ഫർദിൻ, ഒരു ഫർളിൽ ഉപയോഗിക്കലാണ്. ആ വെള്ളത്തെ ഒരു ഫർളിൽ ഉപയോഗിക്കലാണ്. മനസ്സിലായില്ലേ? വെള്ളത്തെ ഫർളിൽ ഉപയോഗിക്കുമ്പോഴാണ് മുസ്താമലാകുന്നത്. സുന്നത്തിൽ ഉപയോഗിച്ച വെള്ളം എന്ന് പറഞ്ഞാൽ അശുദ്ധിയെ ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് എന്താകുന്നത്, മുസ്താമലാകുന്നത്. അശുദ്ധിയെ ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കാത്ത വെള്ളം മുസ്താമലല്ല. നമ്മൾ പറഞ്ഞല്ലോ ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് പറഞ്ഞില്ലേ, ഫിസിക്കൽ ഇഷ്യൂ അല്ല, ടെക്നിക്കൽ ഇഷ്യൂ. എന്താ ടെക്നിക്കൽ ഇഷ്യൂ? അശുദ്ധിയെ ഉയർത്തി എന്നത് തന്നെയാണ്. കാണുമ്പോൾ ഇഷ്യൂ ഒന്നുമില്ല വെള്ളത്തിനേക്ക്, പിന്നെയോ ഒരു അശുദ്ധിയെ ഉയർത്തപ്പെട്ട വെള്ളമാണ് എന്നത് ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂ ആണ് എനിക്ക്. അതാണ് ഇസ്തിഅമാലുഹു, ആ വെള്ളത്തെ ഉപയോഗിക്കലാണ്, ഫീ ഫർലിൻ, ഒരു ഫർലിനെ ഒരു ഫർലിനെ ഒരു ഫർലിൽ ഉപയോഗിക്കലാണ്, അല്ലെങ്കിൽ ഒരു അശുദ്ധിയെ ഉയർത്തുന്നതിൽ ഉപയോഗിക്കലാണ്. അങ്ങനെ വരുമ്പോൾ അൽ മുസ്തഅമലു ഫീ നഫ്ലിൻ, സുന്നത്തായ കാര്യത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം ഏതുപോലെ, കൽ ഗസ്ലത്തി സാനിയ, രണ്ടാമത്തെ കഴുകൽ പോലെ, വസ്സാലിസ, മൂന്നാമത്തെ കഴുകൽ പോലെ. വുളൂവിൻ്റെ സമയത്ത്, മുഖം കഴുകുന്ന സമയത്ത് ആദ്യത്തെ തവണ കഴുകലാണ് നിർബന്ധമായ കഴുകൽ. ആ കഴുകലിൽ നിന്ന് എന്താണ്, നമ്മുടെ മുഖത്തിൻ്റെ പരിധിയിൽ ഫുള്ളായിട്ട് വെള്ളം ഒലിച്ചു കഴിഞ്ഞാൽ മുഖത്തിൻ്റെ അശുദ്ധി നീങ്ങിയോ ഇല്ലേ? മുഖത്തിൻ്റെ അശുദ്ധി നീങ്ങി. മുഖത്തിൻ്റെ അശുദ്ധി നീങ്ങലോടുകൂടി ഫർളായ ആ കഴുകൽ കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ കഴുകൽ എന്താണ്, സുന്നത്തായ കഴുകലാണ്. എന്ന് പറഞ്ഞാൽ അശുദ്ധി നീങ്ങാത്ത കഴുകലാണ്. അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും കഴുകലിന് വേണ്ടി ഉപയോഗിച്ച വെള്ളം എന്താവൂല, മുസ്തഅമലാവൂല. മനസ്സിലായില്ലേ? മുസ്തഅമൽ ആവൂല. അത് ചെറിയ കുട്ടിയുടെ ഒളുവാണെങ്കിലും പെട്ടോ കേട്ടോ. ഒരു ചെറിയ കുട്ടിയാണ് എന്ത് ചെയ്ത് ഒരു ബക്കറ്റിൽ ഒളുവ് ചെയ്തത്. കാരണം കുട്ടിക്ക് നിസ്കാരം നിർബന്ധമല്ലെങ്കിലും ഓന് ഒളു കൊടുത്താൽ ഒളു സഹീഹാണ്. ഒരു ചെറിയ കുട്ടി എന്ത് ചെയ്തു, എന്താണ് ചെറിയ എന്നാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റ് ത്വാഫിന് വേണ്ടിയിട്ട്, എന്തിനാണെങ്കിലും ഒരു ചെറിയ കുട്ടി, അത് വകതിരിവെത്താത്ത ചെറിയ കുട്ടിയാണെങ്കിലും അവൻ നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹാണ്, നിസ്കാരം നിർബന്ധമില്ലെങ്കിലും. അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒളു ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി ഉപയോഗിച്ച വെള്ളം തന്നെ മുസ്തഅമൽ തന്നെ, ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ്. അത് ആരും ആവട്ടെ. കുട്ടിക്ക് ഒളു ശരിക്കും അറിയില്ലെങ്കിലും മുഖവും കൈയും കഴുകുന്ന സമയത്ത് മുഖത്തിന്റെ അശുദ്ധി നീങ്ങിയില്ലേ? അതാണ് അത് വിഷയം. അശുദ്ധി നീങ്ങിയാൽ മതി. വുളു ഫുള്ളാണോ എന്ന് പറഞ്ഞിട്ടില്ല നമ്മള്. നിയത്തോടു കൂടി നമ്മൾ മുഖം കഴുകി കഴിഞ്ഞാൽ, നിയത്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കഴുകേണ്ട അവയവം മുഖമാണ്. ആ മുഖം കഴുകലോടുകൂടി മുഖത്തിന്റെ അശുദ്ധി നീങ്ങി. ഇനി നമുക്ക് നാളെയാണെങ്കിലും മറ്റന്നാളാണെങ്കിലും വുളു നഷ്ടപ്പെടാത്ത കാലത്തോളം നമുക്ക് എന്ത് ചെയ്താൽ മതി, ബാക്കി കഴുകിയാൽ മതി. അങ്ങനെ ഉണ്ടല്ലോ, വുളുവിൽ തർത്തീബേ നിർബന്ധമുള്ളൂ, മുവാലാത്തില്ല. എന്ന് പറഞ്ഞാൽ ഇന്ന് മുഖം കഴുകി, എന്നിട്ട് എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, ഞാൻ വുളു മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു 5 മണിക്കൂറിന് ശേഷം, ഒരു 10 മണിക്കൂറിന് ശേഷം പിന്നെയും മുഖം കഴുകണമെന്നില്ല, കൈ കഴുകിയാൽ മതി, വുളു പൂർത്തിയാവും. അതാ പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ കഴുകൽ പോലെ സുന്നത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം, അതേപോലെ വൽ വുളൂഇൽ മുജദ്ദദി, പുതുക്കപ്പെടുന്ന വുളൂ. ഒരു വുളൂ ഉള്ള വ്യക്തിക്ക് തന്നെ വീണ്ടും വുളൂ പുതുക്കി ചെയ്യൽ സുന്നത്താണ്. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, ളുഹർ നിസ്കരിക്കാൻ വേണ്ടി വുളൂ ചെയ്തു, ളുഹർ നിസ്കരിച്ചു. അസർ നിസ്കരിക്കുന്ന സമയത്ത്, അസർ ബാങ്ക് കൊടുത്ത് ജമാഅത്തിനോട് പള്ളിക്ക് വന്ന സമയത്ത് ളുഹറിൻ്റെ വുളൂ ഉണ്ട് എനിക്ക്, എന്നാലും രണ്ടാമത് വുളൂ പുതുക്കൽ സുന്നത്താണ്. ഏതുപോലെ, നിസ്കാരം മടക്കി നിസ്കരിക്കൽ സുന്നത്തായതുപോലെ. മനസ്സിലായില്ലേ? ഒരു വ്യക്തി എന്ത് ചെയ്തു, ളുഹർ നിസ്കാരം നിസ്കരിച്ചു, ഒറ്റക്കാണെങ്കിലും ജമാഅത്താണെങ്കിലും രണ്ടാമതും ആ നിസ്കാരം ജമാഅത്തായി മടക്കി നിസ്കരിക്കൽ സുന്നത്താണ്. രണ്ടാമത് ഒറ്റക്ക് നിസ്കരിക്കാൻ പറ്റില്ല കേട്ടോ. രണ്ടാമത് മടക്കി നിസ്കരിക്കുന്ന സമയത്ത് ജമാഅത്ത് തന്നെ വേണം. ഒന്നാമത്തെ നിസ്കാരം ജമാഅത്താവട്ടെ ഒറ്റക്കാവട്ടെ, രണ്ടാമത് ജമാഅത്തായി മടക്കി നിസ്കരിക്കൽ സുന്നത്താണ്. അതേപോലെ വുളു ഉള്ള ഒരു വ്യക്തി രണ്ടാമത് വുളു പുതുക്കൽ എന്താണ്, സുന്നത്താണ്. പക്ഷെ ആ പുതുക്കുന്ന വുളുവിൽ എന്ത് നടക്കുന്നില്ല,
അശുദ്ധിയെ ഉയർത്തുക എന്ന പ്രോസസ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ വുളു സുന്നത്തായ വുളുവാണ്. അതിലുപയോഗിക്കപ്പെട്ട വെള്ളം അതിന്റെ നിയത്തിൽ അന്നേരം നിയത്തിൽ അങ്ങനെ തന്നെ വുളുവിന്റെ ഫർദിനെ വീട്ടുന്ന നിയത്ത് തന്നെ വെക്കണം. വുളുവിന്റെ ഫർദിനെ വീട്ടും ഹലാലാക്കുന്നു നിയത്ത് വെക്കുന്നുണ്ടല്ലോ. അപ്പൊ നേരത്തെ നിസ്കാരം ഹലാലാണല്ലോ, എന്ന് പറഞ്ഞാല് ഇവിടെ ഫിഖ്ഹിലുള്ളത് പിന്നെ വുളുവിൽ ഒന്നാമത്തെ വുളുവിൽ പരിഗണിക്കപ്പെടുന്ന നിയത്തുകളൊക്കെ പറ്റും. ഏറ്റവും നല്ലത് വുളുവിന്റെ ഫർദിനെ വീട്ടുന്നു എന്ന് പറയുന്നത്. അശുദ്ധിയെ ഉയർത്തുന്നെന്ന് വേണ്ട, അശുദ്ധിയെ ഉയർത്തുന്നെന്ന നിയത്ത് വെക്കരുത്, കാരണം അശുദ്ധി ഇല്ല. വുളുവിന്റെ ഫർദിനെ വീട്ടുന്നു, വുളുവിനെ വീട്ടുന്നു എന്നൊക്കെ കരുതാം, അങ്ങനെ കരുതേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് അശുദ്ധി ഉയരാത്തത് കൊണ്ട് തന്നെ ആ വെള്ളം എന്താണ്, മുസ്തഅമലായ വെള്ളം അല്ല. അപ്പം എന്താവണം, ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാവണം. നമ്മളിപ്പോൾ എന്ത് ചെയ്തു, സാധാരണ ഫുള്ള് ശരീരം ഫുള്ള് വേർത്തു, നമ്മളെ സാധാരണ കുളി ഉണ്ടല്ലോ, എല്ലാ ദോസക്കുളി, നമ്മളെ വേർപ്പിൻ്റെ കുളി, ആ കുളിയിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം എന്തല്ല, മുസ്തഅമലല്ല. ജുമാക്ക് വേണ്ടി കുളിച്ചു, ജുമാൻ്റെ കുളി സുന്നത്തായ കുളിയാണല്ലോ, ജുമാക്ക് വേണ്ടി കുളിച്ചു, പെരുന്നാളിൻ്റെ കുളി കുളിച്ചു, ഉപയോഗിക്കപ്പെട്ട വെള്ളം മുസ്തഅമലല്ല. നമ്മൾ വലിയ അശുദ്ധിയായി, ജനാബത്തുകാരനായി, ജനാബത്തുകാരനായതിനു ശേഷമുള്ള കുളി ഉണ്ടല്ലോ, അല്ലെങ്കിൽ പെണ്ണ് പ്രസവിച്ചു, ഹൈള്, നിഫാസ്, അതൊക്കെ ആയതിനു ശേഷമുള്ള കുളി ഉണ്ടല്ലോ, അതാണെന്ത്, അശുദ്ധിയുടെ കുളി, അശുദ്ധി ഉയർത്താനുള്ള കുളി. അതിലുപയോഗിക്കപ്പെട്ട വെള്ളമാണ് എന്ത്, മുസ്തഅമലാകുന്നത്. അല്ലെങ്കിൽ വുളു ചെയ്തു, ചെറിയ അശുദ്ധി ആയിരിക്കെ വുളു ചെയ്തു, മനസ്സിലായിട്ടുണ്ടാവും. ഇനി അസ്സാലിസു മൂന്നാമത്തേത് ഇൻഫിസാലുഹു ആ വെള്ളം വേർപിരിയലാണ്, അനിൽ ഉദുവി അവയവത്തെ തൊട്ട്, വലോ ഹുക്കുമൻ അത് ടെക്നിക്കലി ആണെങ്കിലും ശരി സാങ്കേതികമായിട്ടാണെങ്കിലും ശരി പറയാം. അതിൻ്റെ ഉദാഹരണം പറയുന്നുണ്ട്. അപ്പോൾ അവയവത്തെ തൊട്ട് വെള്ളം വേർപിരിയുമ്പോഴാണ് മുസ്തഅമലാകുന്നത്. അവയവത്തിലായിരിക്കുക മുസ്തഅമലാവൂല. അവയവത്തിൽ നിന്നും നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ഏത് അവയവത്തിലാണ് ഉപയോഗിക്കുന്നത്, ആ അവയവത്തിൽ നിന്നും വെള്ളം വേർപിരിയുമ്പോഴാണ് എന്താകുന്നത്, മുസ്തഅമലാകുന്നത്. അവയവത്തിൽ വെള്ളം ഉണ്ടായിരിക്കും. നമ്മൾ കൈ എന്ത് ചെയ്തു, കൈ കഴുകാൻ വേണ്ടി വെള്ളം എടുത്തു, കൈ കഴുകാൻ വേണ്ടി വെള്ളം എടുത്തു, ഉടനെ തന്നെ വെള്ളം മുസ്തഅമലായ? ഉടനെ തന്നെ വെള്ളം മുസ്തഅമലായി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഇവിടെ കഴുകാൻ പറ്റുമോ? പറ്റൂല. കഴുകാൻ വേണ്ടി ഈ വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളം എടുക്കേണ്ടി വരും, അതില്ല. പിന്നെ നമ്മൾ കൈ കഴുകാൻ വേണ്ടി വെള്ളം എടുത്തു കഴിഞ്ഞാൽ കൈ കഴുകിയിട്ട് വേർപിരിഞ്ഞാൽ, കയ്യിൽ നിന്നും വേർപെട്ട് കഴിഞ്ഞാലാണ് എന്താകുന്നത്, മുസ്തഅമലാകുന്നത്. വേർപ്പെടുന്നത് വരെ മുസ്തഅമലല്ല. ഇനി വലോ ഹുക്കുമൻ അത് സാങ്കേതികപരമായിട്ട് വേർപ്പെട്ടതാണെങ്കിലും ശരി, എങ്ങനെയാണ്, അഞ്ചാവസ ആ വെള്ളം വിട്ടുകിടക്കുന്നത് പോലെ, അഞ്ചാവസ ആ വെള്ളം വിട്ടുകിടക്കുന്നത് പോലെ, മൻകിബൽ മുതവല്ലി വുളു ചെയ്യുന്നവൻ്റെ തോളിലേക്ക്, മൻകിബ് പറഞ്ഞ തോള്, വുളു ചെയ്യുന്നവൻ്റെ തോളിലേക്ക്, മുതവല്ലി എന്ന് പറഞ്ഞെങ്കിൽ വുളു ചെയ്യുന്നവൻ, അവൻ്റെ തോളിലേക്ക് ആ വെള്ളം വിട്ടുകിടക്കുന്നത് പോലെ, ഔ അല്ലെങ്കിൽ റുക്കുബത്തഹു അവൻ്റെ തണ്ടങ്കാലിലേക്ക് ആ വെള്ളം വിട്ടുകിടക്കുന്നത് പോലെ, റുക്കുബത്ത് പറഞ്ഞ തണ്ടങ്ങല്ല, റുക്കുബത്ത് പറഞ്ഞ മുട്ട്, കാൽമുട്ടിലേക്ക് ആ വെള്ളം വിട്ടുകിടക്കുന്നത് പോലെ. അപ്പം നമ്മളെന്ത് പറഞ്ഞു, ഇപ്പോൾ വുളു ചെയ്യുന്നവന് ഇതുവരെ കഴുകൽ എന്താണ്, കൈ കഴുകുന്ന സമയത്ത് ഇതുവരെ കഴുകൽ നിർബന്ധമാണ്, ശരിയല്ലേ? കാരണം ഫർളായ അവയവമാണ് കൈ, മുട്ടുവരെ കഴുകുക എന്നുള്ളത്. നീട്ടി തോള് വരെ കഴുകുക എന്നുള്ളത് സുന്നത്താണ്. ഇത് മുതൽ ഇതുവരെ സുന്നത്താണ്, നീട്ടി കഴുകൽ സുന്നത്താണ്, ശരിയല്ലേ? അതിനുശേഷം വുളുവിൻ്റെ അവയവമേ അല്ല, ഇതുവരെയാണ് വുളുവിൻ്റെ അവയവം, സുന്നത്തായ അവയവം. ഇത് ഫർള് വരെയുള്ള അവയവം, ഇത് സുന്നത്തായ അവയവം. അതിനുശേഷമുള്ളത് വുളുവിൻ്റെ അവയവമേ അല്ല. അപ്പോൾ ഒരുത്തൻ എന്ത് ചെയ്തു, നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ വുളുവിന് വേണ്ടി കൈ കഴുകാൻ വേണ്ടി വെള്ളം എടുത്തു, എന്നിട്ട് അത് വുളു ചെയ്തു. കൈ കഴുകാൻ വേണ്ടി വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്തു, വുളു ചെയ്തു. ഇവിടുന്ന് വേർപെട്ട് കഴിഞ്ഞാൽ വേർപെടലോടുകൂടി ആ വെള്ളം മുസ്തഅമലായി. വേർപെടുന്നത് വരെ മുസ്തഅമലല്ല, മുസ്തഅമലായി. ഇനി ഒരുത്തൻ എന്ത് ചെയ്തു, ഷോൾഡർ വരെ കഴുകുന്നുണ്ട്, സുന്നത്തും കൂടെ കൂട്ടി കഴുകുന്നുണ്ട്. ഓൻ ഇങ്ങനെ കഴുകി, മുസ്തഅമലായ ഇപ്പോൾ അവയവത്തിൽ നിന്ന് വേർപെടാത്തതുകൊണ്ട് മുസ്തഅമലല്ല. അത് വെള്ളം വന്ന് ഷോൾഡറിലേക്ക് എത്തലോടുകൂടി മുസ്തഅമലായി. ശരീരത്തിൽ നിന്ന് വേർപെട്ടില്ല, പക്ഷേ വുളുവിൻ്റെ അവയവം കഴിഞ്ഞു. പോയിന്റ് മനസ്സിലായ? അതാണ് ഹുക്മ നിലക്ക്. കാരണം യഥാർത്ഥത്തിൽ ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞിട്ടില്ല, പിന്നെയോ വുളുവിൻ്റെ അവയവത്തിൽ നിന്ന് വേർപിരിഞ്ഞു, അപ്പോഴും മുസ്തഅമലായി. വലത്തേ കൈ കഴിയുമ്പോ അതിനോട് ഇടത്തേ കൈ ചേർത്ത് വെച്ചിട്ട് അതേ വെള്ളത്തോണ്ട് ഇടത്തേ കൈ കഴുകാവോ? വലത് കൈ വുളു വലത് കൈയിലേക്ക് എടുത്ത വെള്ളം വലത് കൈയോട് ചേർത്ത് ഇടത് കൈ വെച്ചിട്ട് അതേ വെള്ളം തന്നെ ഇടത് കൈയിലേക്ക്
വന്നാല് മുസ്താമലാവോ? മനസ്സിലായിട്ടില്ല. നമ്മളിപ്പം വലത്തെ കൈ ആദ്യം കഴുകുമല്ലോ. ഇങ്ങനെയല്ലേ വെള്ളം എടുക്കുന്നത്? അത് കൈകളോട് കൂടി ഒലിച്ചു വരുന്ന വെള്ളം മുട്ടിന്റെ അടുക്കാതെ അടുത്ത കൈയിലേക്ക് പകർന്നാല് മുസ്താമലാവും. ഇതൊരു അവയവമാണ്, സിംഗിൾ ആയിട്ടുള്ള ഒരു അവയവമാണ്. ഇത് ഒരവയവമാണ് വുദൂഇന്റെ. അതന്നെ ഇങ്ങനെ വല്ല ഒലിപ്പിക്കാനുള്ള പരിപാടിയല്ലേ, അത് നടക്കൂല, അതില്ല. ഇത് ഒരു അവയവമാണ്, ഇത് മറ്റൊരു അവയവമാണ്. അതങ്ങനെ തന്നെ രണ്ടും രണ്ടായി തന്നെ കൂട്ടും എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ വേർപെട്ടല്ലോ അവയവത്തെ. നമ്മൾ ഇപ്പം പിന്നെ ഷാനിക്ക് പറഞ്ഞാൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാലും ഇതിൽ നിന്ന് വേർപെട്ടല്ലോ അത്. പിന്നെ എങ്ങനെ വേർപെടാണ്ട് വരണമെങ്കിൽ വെള്ളം ഇങ്ങനെ കയറി ഇതിലൂടെ ഇപ്പുറത്തേക്ക് വരണം. ഇടത്തി കഴിഞ്ഞാലും വേർപെട്ടല്ലോ. അതാ പറഞ്ഞത്. അപ്പോൾ പിന്നെ മങ്കീബ് പറഞ്ഞ തോളം കൈ, പൊതു കൊടുക്കുന്നവൻ്റെ തോളം കൈയിലേക്ക് വിട്ട് കിടക്കുന്നത് പോലെ. അതും അല്ലെങ്കിൽ റുക്കുബത്തഹു, കാല് കഴുകുന്ന സമയത്ത് മുട്ടും കാലിലേക്ക് വിട്ട് കഴുകുക. കാലിൽ നിർബന്ധമായത് എത്രയാണ്? ഞെരിയാണി വരെ കഴുകലാണ് നിർബന്ധമായത്. സുന്നത്തായത് എത്ര വരെയാണ്? മുട്ട് വരെ നീട്ടിക്കഴുകൽ സുന്നത്താണ്. മുട്ടിലേക്ക് വെള്ളം എത്തിക്കഴിഞ്ഞാൽ മുസ്താമലായി. മുട്ട് വരെയാണ് നമ്മളെ വുദൂഇന്റെ അവയവം, സുന്നത്തായ അവയവം. മനസ്സിലായില്ലേ? ഇനിയോ വലായലുർ. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും. വലായലുർ ബുദ്ധിമുട്ടല്ല. ഇൻഫിസാലുഹു, ആ വെള്ളം വേർപിരിയൽ. മിനൽ കഫി എന്തിൽ നിന്ന്? പിന്നെ എന്താണ്? ഉള്ളംകൈ. മനസ്സിലായില്ലേ? കഫ് എന്ന് പറഞ്ഞാൽ മുൻകൈ. മുൻകൈയിൽ നിന്നും ഇലസായിരി, തണ്ടം കൈയിലേക്ക്. മുൻകൈയിൽ നിന്നും തണ്ടം കൈയിലേക്ക് വേർപിരിയൽ ബുദ്ധിമുട്ടല്ല, മുസ്താമലാവൂല. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒതു കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? കയ്യിൽ നിന്നും വെള്ളം തെറിച്ചിട്ട് ഇങ്ങോട്ട് വീണു. ഇതിൽ എല്ലാം വുദൂഇന്റെ അവയവമാണല്ലോ, ഒറ്റ അവയവമല്ലേ. ഇതിന്ന് തെറിച്ചിട്ട് പുറത്തു പോയാലാണ് മുസ്താമലാകുന്നത്. ഒരു പറഞ്ഞേ ഉള്ളൂ. ഇതിന്ന് തെറിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ വീണു, മുസ്താമലല്ല. നമുക്ക് സാധാരണയായിട്ട് ഇതിനേക്കാളും മനസ്സിലാവും. നോക്ക്, വലാമിന റഅസി, തലയിൽ നിന്ന് വേർപിരിഞ്ഞാലും മുസ്താമലല്ല. ഇലാ നഹ്വി സദ്രി, നെഞ്ചി പോലോത്തതിലേക്ക്. വലിയ അശുദ്ധീൻ്റെ കുളി കുളിക്കുന്ന സമയത്ത് തലയിൽ നിന്ന് ഒഴിച്ച, ഷവറിൽ ഒഴിച്ച വെള്ളം നേരെ ഇവിടെ കൊണ്ടിട്ട് പിന്നെ ഇവിടെ വീണു, മുസ്താമലായി ആയിട്ടില്ല. കാരണം ശരീരം മുഴുവനും അശുദ്ധിയുടെ അവയവമായതുകൊണ്ട് തന്നെ ശരീരത്തിൽ നിന്ന് മുഴുവനും വേർപിരിഞ്ഞാലും മുസ്താമലാവും. അത് തലയിൽ നിന്ന് ഇവിടെ കൊണ്ടു അല്ലെങ്കിൽ നെറ്റിയിൽ നിന്ന് ഇവിടെ കൊണ്ടു, പ്രശ്നമില്ല. പ്രശ്നമില്ല. കാരണം കാലിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ അല്ല കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോയാലാണ് മുസ്താമലാകുന്നത്. കാരണം ശരീരം മുഴുവനും എന്താണ് അവയവമായതുകൊണ്ട് തന്നെ കയ്യിൽ നിന്നോ കാലിൽ നിന്നോ ഒഴിഞ്ഞ് താഴേക്ക് പോകണം, എന്നാലത് മുസ്താമലാകും ആണ്. വലായുർ ബുദ്ധിമുട്ടല്ല. ഇൻഫിസാലുഹു, വെള്ളം വേർപിരിയൽ. മിനൽ കഫി, മുൻകൈയിൽ നിന്നും. ഇലസായിരി, തണ്ടം കൈയിലേക്ക്. തണ്ടം കൈ, സായിദ് പറഞ്ഞാൽ തണ്ടം കൈ, കഫ് പറഞ്ഞാൽ മുൻകൈ. അതേപോലെ വലാമിന റഅസി, തലയിൽ നിന്ന്. ഇലാ നഹ്വി സദ്രി, നെഞ്ചി പോലോത്തതിലേക്കും വേർപിരിയൽ പ്രശ്നമില്ല, മുസ്താമലല്ല. ഇനിയോ നാലാമത്തെ അറാബിയോ, നാലാമത്തെ നിബന്ധന അദമു നിയ്യത്തിൽ ഇഗ്തിറാഫ്, കോരിയെടുക്കുന്നു എന്ന നിയ്യത്തില്ലാതിരിക്കലാണ്. ഫി മഹല്ലിഹ, അതിൻ്റെ സ്ഥലത്ത്. കോരിയെടുക്കുന്നു എന്ന നിയ്യത്തില്ലാതിരിക്കലാണ്. ഫി മഹല്ലിഹ, പിന്നെ ആ നിയ്യത്തിൻ്റെ സ്ഥലത്ത്. എന്താ പറഞ്ഞത്? നമ്മളന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ വുദൂഇൻ്റെ ഫർള് എന്ന നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ, അല്ലേ, വുദൂഇൻ്റെ ഫർള് വീട്ടുന്നു എന്ന് വുദൂഇൻ്റെ നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഫർള് എന്താ? നിയ്യത്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫർള് എന്താ? വുദൂഇൽ മുഖം കഴുകലാണ്. അവ മുഖം കഴുകലെ നമ്മൾ നിയ്യത്ത് വെച്ച് കഴിഞ്ഞ് നേരെ കാല് കഴുകിയാൽ കാലിൻ്റെ അശുദ്ധി നീങ്ങൂല. കൈ കഴുകിയാൽ കൈയിൻ്റെ അശുദ്ധി നീങ്ങൂല. കാരണം എന്താണ്? തർത്തീബ് നിർബന്ധമാണ്. അപ്പം ആ നേരായ റൂട്ടിൽ വരുമ്പോൾ അശുദ്ധി നീങ്ങും. അപ്പം നമ്മൾ എന്ത് ചെയ്തു? നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ കൈയിട്ടു. മനസ്സിലായില്ലേ? നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ നിയ്യത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? കൈ വെള്ളത്തിലിട്ടു. മനസ്സിലാകുന്നുണ്ട്? നമ്മൾ ആദ്യം അതന്നെ നമ്മൾ മുഖം കഴുകാൻ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞാൽ ഓക്കെ, നമ്മളെന്ത് ചെയ്തു? പിന്നെ മുഖം കഴുകാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ കയ്യിൽ വെള്ളം ഉണ്ടല്ലോ, നിയ്യത്ത് വെച്ചിട്ട് മുഖം കഴുകാൻ വേണ്ടി വെള്ളം എടുത്തു. എന്നിട്ട് മുഖം കഴുകുന്ന സമയത്ത് നിയ്യത്ത് വെക്കണമല്ലോ. അപ്പം ആ കയ്യിലുള്ള വെള്ളം മുസ്താമലായോ? കയ്യിലുള്ള വെള്ളം മുസ്താമലായോ? ആയില്ല. കാരണം കയ്യിലുള്ള വെള്ളം മുസ്താമലാണെങ്കിൽ കൈയിൻ്റെ അശുദ്ധി നീങ്ങണം. കൈയിൻ്റെ അശുദ്ധി നീങ്ങണമെങ്കിൽ മുഖത്തിൻ്റെ അശുദ്ധി നീങ്ങിയാലേ കൈയിൻ്റെ സ്ഥലം വരുന്നുള്ളൂ.
അതുകൊണ്ട് തന്നെ കയ്യിലുള്ള വെള്ളം മുസ്തഅമലല്ല. അപ്പം എന്ത് ചെയ്യുക? മുഖം കഴുകുക. മുഖം കഴുകുന്ന സമയത്ത് പ്രശ്നം നിയ്യത്ത് വെച്ചിട്ട് നേരെ നമുക്ക് വെള്ളം ബക്കറ്റിലിട്ട് കോരി തന്നെ എന്ത് ചെയ്യുക? മുഖം കഴുകുക. പിന്നെ ഇനി എപ്പോഴാണ് മുസ്തഅമലാകുന്നത്? അടുത്ത ഊഴ ഏതാണ്? കൈയിൻ്റെ ഊഴാണ്. ഇനി നമ്മൾ ബക്കറ്റിൽ കൈയിടലോടുകൂടി വെള്ളം മുസ്തഅമലാകും. കാരണം അടുത്ത അശുദ്ധി നീങ്ങാനുള്ള അവയവം എന്താണ്? കൈയാണ്. അപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് നിയ്യത്ത് വെച്ചാൽ മതി? കോരിയെടുക്കുന്നു, വെള്ളം ബക്കറ്റിൽ നിന്നും കോരിയെടുക്കുന്നു എന്ന കരുത്തോടു കൂടി ബക്കറ്റിൽ കൈയിട്ട് വെള്ളം എടുത്തിട്ട് പിന്നെ മനസ്സിൽ എന്ത് ചെയ്യുക? അശുദ്ധി നീക്കുന്നു എന്ന കരുത്തും കൂടെ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പം നമ്മളെ കരുത്ത് മാതിരിയാണ്. നമ്മളത് വുദൂവിൻ്റെ ഫർദിനെ വീട്ടുന്ന എന്ന നിയ്യത്തോടു കൂടി തന്നെയാണ് മുഖം കഴുകിയതിനു ശേഷം കൈയിട്ടാൽ നേരെന്തായി? അശുദ്ധി കൈയിൻ്റെ അശുദ്ധി നീങ്ങും, വെള്ളം മുസ്തഅമലാവുകയും ചെയ്യും. പിന്നെ എന്ത് ചെയ്താൽ മതി? ബക്കറ്റിൽ കോരിയെടുക്കുന്നു എന്ന കരുത്തോടു കൂടി കരുതി എടുത്തിട്ട് പിന്നെ എന്താണ് ഫർദിൻ്റെ ഉപയോഗം ഉപയോഗിക്കുന്നു എന്ന് കരുതി കഴിഞ്ഞാൽ ആ ബക്കറ്റിലെ വെള്ളം മുസ്തഅമലല്ല, കൈയിൻ്റെ അശുദ്ധി നീങ്ങുകയും ചെയ്യും. അപ്പം അതാ പറഞ്ഞത്. നാലാമത്തെ നിബന്ധന എന്താണ്? അദമു നിയ്യത്തിൽ ഇഖ്തിറാഫ്, കോരിയെടുക്കുന്നു എന്ന നിയ്യത്ത് ഇല്ലാതിരിക്കലാണ്. ഫീ മഹല്ലിഹാ, ആ നിയ്യത്ത് വെക്കേണ്ട സ്ഥലത്ത്. ശരിയല്ലേ? കോരിയെടുക്കുന്ന നിയ്യത്ത് വെക്കേണ്ട സ്ഥലത്ത് നിയ്യത്തില്ലാതിരിക്കുക. കോരിയെടുക്കുന്ന നിയ്യത്ത് എവിടെയാണ് വേണ്ടത്? അതിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ വുദൂയിൽ മുഖം കഴുകിയതിന് ശേഷം. വലിയ അശുദ്ധിയാണെങ്കിൽ തുടക്കം മുതൽ തന്നെ. കാരണം വലിയ അശുദ്ധിയിൽ ശരീരം മുഴുവൻ അവയവമാണ്, തർത്തീബില്ലാതെ. ഏടെ കൊണ്ടാൽ അടുത്ത അശുദ്ധി ഫസ്റ്റ് നീങ്ങും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൈയിടുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം? കോരിയെടുക്കുന്ന നിയ്യത്ത് വെക്കണം. കാരണം നമ്മൾ സാധാരണയായിട്ട് ഷവറിലൊക്കെ തല കൊണ്ടാണ് തുടങ്ങാറുള്ളത്. വലിയ അശുദ്ധി തുടങ്ങൽ സുന്നത്തും തല കൊണ്ട് തന്നെ. നമ്മൾ ബക്കറ്റിൽ വലിയ അശുദ്ധി ഉയർത്തുന്ന നിയ്യത്ത് വെച്ചുകൊണ്ട് ബക്കറ്റിൽ കൈയിട്ട് കഴിഞ്ഞാലോ ഫസ്റ്റ് കൈയിൻ്റെ അശുദ്ധി നീങ്ങും. കാരണം അതിനെന്തില്ല? തർത്തീബില്ല, അവയവമില്ല, ശരീരം ഫുൾ അവയവമായതുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നിയ്യത്ത് വലിയ അശുദ്ധിൻ്റെ പിന്നെ കുളിക്കുന്ന സമയത്ത് കൈ ഫസ്റ്റ് ഇടുമ്പോൾ തന്നെ കോരിയെടുക്കുന്നത് നിയ്യത്ത് വെക്കണം. എന്നിട്ട് കൈയിട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല. മനസ്സിലായിട്ടുണ്ടാവും. ഒന്നും കൂടെ വായിച്ചു നോക്കിയാൽ ക്ലിയർ ആവും. സല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഓതി. ഓക്കെ അല്ലേ? അതെ. നാല് നിബന്ധനകളും പറഞ്ഞു. സാറൽ മാഉ മുസ്തഅമില എന്ന ലാസ്റ്റ് പറയുന്ന സാറൽ മാഉ എന്നാൽ അത് എടുത്തിട്ടില്ല, നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. ഉസ്താദ് പറഞ്ഞ ഒരു ഏരിയ നേരത്തോളം ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം ഞാൻ വായിച്ചിട്ടില്ല. അതെയാ? ഫീ മഹല്ലിഹ വരെ വായിച്ചിട്ടുള്ളൂ. സാറൽ മാഉ മുസ്തഅമൽ എന്ന് പറഞ്ഞാൽ വെള്ളം മുസ്തഅമലായി തീരും ഇങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞത്. സല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം.